ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെൻ്റൽ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ CGL മെയിൻസിൻ്റെ എക്സാം 18/1/2025 20/1/2025 നടന്നു കഴിഞ്ഞു. അതിൻ്റെ ആൻസർ കീ 2 ദിവസം കൊണ്ട് തന്നെ SSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് നോക്കാം. നമ്മളുടെ ചാനലിൽ നിന്നും ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരുടെ മാർക്കും കാര്യങ്ങളും എല്ലാം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഒരിക്കലും ഞാൻ ഇതിനെ ഈ 30 ക്വസ്റ്റിനെ എങ്ങനെ നിങ്ങൾ ബേസിക്കായിട്ട് ചെയ്ത് നിങ്ങളെ ഈ 30 ക്വസ്റ്റ്യൻ പഠിപ്പിക്കാനല്ല എൻ്റെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ 18-ാം തീയതിയിലത്തെ 30 ക്വസ്റ്റ്യൻ ചെയ്യും. നാളെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ 20-ാം തീയതി നടന്ന എക്സാമിൽ 30 ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരാൾ മെയിൻസിന് പോയി ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ മെയിൻസിൻ്റെ ഒരു ഓഫീസർ ബാച്ച് എന്ന് പറയുന്ന ബാച്ചിൽ കുറേ ക്ലാസ് ചെയ്തു. അതുപോലെ എങ്ങനെ സ്ട്രാറ്റജി ചെയ്തു. അപ്പോൾ ആദ്യം മുതലുള്ള അർജുന ബാച്ച് ചെയ്തു. അതുപോലെ ഏകലവ്യ ബാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അർജുന ബാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അർജുന 2.0 ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഈ ചാനൽ ഞാൻ തുടങ്ങിയതിന് കാരണം ഇങ്ങനത്തുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് തരാനാണ്. അത് എങ്ങനത്തുള്ള മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എക്സാം ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഒരു മെയിൻസിന് പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരാൾ എങ്ങനെ ഈ എക്സാം ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഒരിക്കലും ഇതൊരു ക്ലാസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. ഇതൊരു നിങ്ങൾ ഓരോ ക്വസ്റ്റിനും എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെത്തേഡ് പഠിപ്പിക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മുടെ ഏകലവ്യ ബാച്ച്, അർജുന ബാച്ച്, അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങൾ, ഗൈഡൻസ് എല്ലാത്തിലും ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇത് അതല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിന് എങ്ങനെ ചെയ്യണം, എക്സാമിന് ഞാനായിരുന്നു ഈ എക്സാം എഴുതാൻ പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യമാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല, ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമിന് പോവുകയാണ്. ഞാൻ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കാം. ട്രയാങ്കിൾ ABC ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ വിത്ത് സെൻറ്റർ AB ഇതാണ്, BC ഇതാണ്, AC ഇതാണ്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ സർക്കം റേഡിയസ്? 21, 20, 29 ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ്. അപ്പോൾ സർക്കം റേഡിയസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസിൻ്റെ പകുതിയാണെന്ന് പഠിച്ചിട്ടുണ്ട്. 29ൻ്റെ പകുതി 14 ആൻസർ കിട്ടും. ഒരു പേന ഞാൻ എടുക്കാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ കൺസെപ്റ്റ് പഠിപ്പിക്കാനല്ല നിങ്ങളെ വന്നത്, എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. യെസ്, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ എ 2200 മീറ്റർ ലോങ് സർക്കുലർ ട്രാക്ക് സരിതയും കവിതയുണ്ട്. ആയിക്കോട്ടെ, ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നത് ശ്രദ്ധിച്ചോണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓടുന്നത്. സ്പീഡ് തന്നിട്ടുണ്ട്. ഹൗ മച്ച് ടൈം? ഫസ്റ്റ് ടൈമിൽ അവർ എത്ര സമയം കൊണ്ട് മീറ്റ് ചെയ്യും? അപ്പോൾ 20ഉം 16ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് സമ്മോ സ്പീഡ് ആയിരിക്കും. 20ഉം 16ഉം 36. മാക്സിമം കാര്യങ്ങൾ ഞാൻ പറയത്തേ ഉള്ളൂ. 36 കിലോമീറ്റർ ആയിരിക്കും അവരുടെ ടോട്ടൽ റിലേറ്റീവ് സ്പീഡ്. ടോട്ടൽ ദൂരം 2200 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 2200. ഞാൻ പെയിൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പെയിൻ എടുക്കാതെ ചെയ്ത് തരാം. 2200 ഡിവൈഡ് ബൈ 20ഉം 16, 36 എന്ന് പറഞ്ഞാൽ 18 km/h 5 m/s ആണെന്ന് പഠിച്ചിട്ടുണ്ട്. 36 km/h 20 m/s ആണ്. 36 km/h 10 m/s ആണ്. അപ്പോൾ 2200 ബൈ 10 220 മിനിറ്റ് എന്നിട്ട് 220 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റും 40 സെക്കൻഡുമാണ്. ഇനി എഴുതണമെന്നുള്ളവർക്ക് എഴുതാം. 2200 മീറ്ററാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ് 20ഉം 16ഉം 36 km/h m/s ആക്കാൻ വേണ്ടി നമ്മൾ 5/18 കൊണ്ട് ഗുണിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. 18 km/h എന്ന് പറഞ്ഞാൽ 5 m/s ആണ്. അപ്പോൾ ഇവിടെ 2, 5, 10 കിട്ടും. ഇതൊക്കെ അറിയാവുന്നവർക്ക്, അങ്ങനെ പഠിച്ചുകൊണ്ട് പോയവർക്ക് എന്താണ് ഇത് പേന എടുക്കാതെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ എത്ര പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു? ഇന്നത്തെ ഈ ക്വസ്റ്റ്യനകത്ത് എത്ര എണ്ണം പെൻ ഫ്രീ ആയിരുന്നു നമുക്ക് നോക്കാം. അപ്പോൾ എത്ര എണ്ണമായി? 2 എണ്ണമായി. ഞാനിവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേ ബൈ 10, ഇത് m/s ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡിൽ ആൻസർ കിട്ടും. അതായത് എത്ര? ഇതേ ബൈ 10, അതായത് 220 സെക്കൻഡ് എന്നിട്ട് 220 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 180 സെക്കൻഡാണ്. ബാക്കി 40 സെക്കൻഡ്. 3 മിനിറ്റും 40 സെക്കൻഡും ഓപ്ഷൻ 1 കൊടുക്കാം. അപ്പോൾ 2 ക്വസ്റ്റ്യൻ എന്തായി? നമുക്ക് പെൻ ഫ്രീ ആയിട്ട് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ട്രയാങ്കിൾ. യെസ്, ഓക്കെ, ഇത് നമുക്ക് ഒന്ന് പിടിച്ചു വെക്കാം. യെസ്, ഇന്ന ട്രയാങ്കിൾ HJK ഓക്കെ, ഇത് വരയ്ക്കേണ്ടി വരും. ഓക്കെ, വരച്ച് നോക്കാം. ഇന്ന ട്രയാങ്കിൾ HJK എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. യെസ്, ആയിക്കോട്ടെ. HJK ട്രയാങ്കിൾ ആണ്. HJയും HKയും ഈക്വൽ ആണ്. യെസ്, അപ്പോൾ നമുക്ക് വേറൊരു കളർ എടുക്കാം. HJയും HKയും ഈക്വൽ ആണ്. ആയിക്കോട്ടെ. G is a point on HG. അപ്പോൾ ഇത് G ആണെന്ന് വെച്ചോ. G is a point on HG such that HGയും അതുപോലെ GK എന്ന് പറയുന്ന ഈ ലെങ്ത്, GK എന്ന് പറയുന്ന ഈ ലെങ്തും അതുപോലെ JK ഈ ലെങ്ത് എന്നാണ് ഈക്വൽ ആണ്. ഓക്കെ, ഇതും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ മെഷർ ഓഫ് 2/3 ഓഫ് HGKയും GKJയും വേണം. GKJയും വേണം. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഞാൻ ഈ ഒരു ആംഗിളിനെ ഞാൻ X എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതും എത്ര ആയിരിക്കും? ഇതിനകത്ത് ഏതൊക്കെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്? ഈ സൈഡും GHഉം GK ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ സൈഡിനുള്ള ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് X ആണ്, ഇത് X ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 2X ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇതെന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അപ്പോൾ ഈ ഒരു HGK എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്റേണൽ ഓപ്പോസിറ്റ് ആംഗിളിന്
എൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇതൊക്കെ ഏകലവ്യ ബാച്ചിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എക്സ് ഓക്കെ, ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും തിയറി പഠിപ്പിക്കാനല്ല വന്നത്, ഞാൻ എങ്ങനെ ഈ ക്വസ്റ്റൻ ചെയ്യുന്നതാണ്. എങ്ങനെ ക്വസ്റ്റൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് വരച്ചു, എക്സ് കൊടുത്തു, ഇവിടെ 2x കൊടുത്തു, ഇത് 2x ആണെങ്കിൽ ഇത് 2 ഈക്വലാണ്, ഇതും എന്താണ് 2x ആണ്, ഇത് എച്ച് ജെയും ഇവിടെ ജി കെയും ജെ കെയും ഈക്വൽ ആണ്, അതുകൊണ്ട് ഇത് 2x ആണ്, ഇതും 2x ആണ്, ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ ജെ എച്ചും എച്ച് കെ ഈക്വൽ ആണ്. അപ്പോൾ ഇത് 2x ആണെങ്കിൽ ഇത് മൊത്തത്തിൽ 2x ആണ്, ഇവിടെ ഓൾറെഡി എക്സ് ഉണ്ട്, അപ്പോൾ ഇത് x ആണ്. ടോട്ടൽ ഒരു ആംഗിളിൻ്റെ സമ്മ് 180 ആണ്. ഇന്റേണൽ ആംഗിളിൻ്റെ എക്സും 2xും 5xൻ്റെ വാല്യൂ 180 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 36 കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? എച്ച് ജി കെ. അപ്പോൾ എച്ച് ജി കെ എന്ന് പറഞ്ഞാൽ ഇവിടെ 2x ഉണ്ട്, ഇവിടെ ഓൾറെഡി 36 2 72 ഉണ്ട്. ടോട്ടൽ സ്ട്രെയിറ്റ് ലൈനിൽ 180 ആണ് ആംഗിൾ, ഇത് 72 ഉണ്ട്. ബാക്കി എത്ര വരും? ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 108 ആണ്. ഞാൻ ഇത്ര ചെയ്തോളൂ. പ്ലസ് ജി കെ ജെ എന്ന് പറയുമ്പോൾ ജി കെ ജെ എക്സിൻ്റെ വാല്യൂ 36 ആണ്. അപ്പോൾ 108 36 നമുക്ക് എന്താ പറയുന്നത്? ജി കെ ജെ ജി കെ ജെ 36 ആണ്. ഓക്കെ, സോ ഓക്കെ 108 36 144 അതിൻ്റെ എന്ത് പറയും? 2 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 144 ബൈ 3 എന്ന് പറയുമ്പോൾ 48 ആണ്. 48 ഗുണം 3 ആണ് 144. അപ്പോൾ 48 ഗുണം 2 ഇത് 48 വരും. ഇപ്പോൾ 48 ഗുണം 2 96, ഓപ്ഷൻ ഡി. ഇത് ചെയ്യാനാണെങ്കിൽ ഈ ഫിഗർ വരയ്ക്കുക, പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അത് സ്പീഡിൽ ചെയ്തിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. യെസ്, അടുത്ത ക്വസ്റ്റൻ. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ഇത്രയും 6.5% പെർ ആനം റേറ്റ് പീരീഡ് 14 ഫെബ്രുവരി ടു 28. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ 14 ഫെബ്രുവരി 28 ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഏകദേശം 75 ദിവസമായിരിക്കും. 75 ഒരു വർഷമൊന്നും പോകുന്നില്ല. അപ്പോൾ 14 ഫെബ്രുവരി 28 2021 എത്ര ദിവസമുള്ളൂ? 28 ദിവസമുള്ളൂ. അപ്പോൾ 14 ദിവസം, മാർച്ചിന് 31 ദിവസം, ബാക്കി ഏപ്രിൽ 28. അപ്പോൾ കൂട്ടുമ്പോൾ എത്ര വരും? ഏകദേശം 75 വരും. 75 എന്ന് പറഞ്ഞാൽ 365/5 ആണ്, എന്ന് പറഞ്ഞാൽ 1/5 ഇയർ ആണ്. ഞാൻ അർജുന ബാച്ചിലെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇത്രയൊന്നും എഴുതത്തില്ല ഞാൻ, ഇത് 1/5 ഓഫ് ഇയർ ആണ്. അപ്പോൾ 6.5%-ൽ 1/5 ഇയറിൽ ഇപ്പോൾ 2000-നുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ 2000 × 6.5 6.5%, 6.5/100 × 1/5 ആണ് ചെയ്യേണ്ടത്. നമ്മൾ ആൻസർ എന്തായിരിക്കും? ഇതേ ബൈ 5 ചെയ്യുമ്പോൾ 13 2 26. ആൻസറിലെ നോൺ സീറോ ഡിജിറ്റ് എന്തായിരിക്കും? 26 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. 26 കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2.6 വരാൻ 260 വരാം. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? 2000 × 6.5% × 1/5 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും, 26 ആൻസർ കിട്ടും. ഇതും എന്താണ്? പെൻ ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ 4 ക്വസ്റ്റ്യൻ ചെയ്തതിൽ 3 എന്തായി? പെൻ ഫ്രീ ആയി. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ഒരുപാട് പേര് വെള്ളം കുടിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് നന്നായിട്ട് പെർസെൻറ്റേജിൻ്റെ ക്ലാസ് നിങ്ങൾ ഏകലവ്യ ബാച്ച് നന്നായിട്ട് കണ്ടിട്ട് പോവുക, അർജുന ബാച്ച് കണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റും. യെസ്, പോപ്പുലേഷൻ ഓഫ് എ പ്ലേസ് ഡെയിലി കാൽക്കുലേഷൻ ചെയ്യണം. ഇവിടെ എന്താ ചോദിക്കുന്നത്? പോപ്പുലേഷൻ ഓഫ് എ പ്ലേസ് ഇൻക്രീസ്ഡ് ടു 50,000 ഫ്രം 2016 to 2018 at the rate of 6% per annum and continued in the same trend for next 3 years. If A is the population in 2016 and B is the population in 2020, both are approximated to the next possible inches, then what is value of B minus A? അപ്പോൾ ഇവിടെ ബി ഇസ് പോപ്പുലേഷൻ 2000. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 2016-ലെയും ബി എന്ന് പറഞ്ഞാൽ 2020-ലാണ്. അപ്പോൾ ഇവിടെ 2016 സ്റ്റാർട്ട് ചെയ്തിട്ട് 2017, 2018, 2019, 2020, 2020 ലെവലാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് 2017, 2018 വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 50,000 തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താ കൂടുന്നത്? 6% വെച്ചാൽ കൂടുന്നത്. നെക്സ്റ്റ് 3 years ഒക്കെ ചുമ്മാ നമ്മൾ കളിപ്പിക്കാൻ തന്നിക്കുക. എല്ലാ വർഷവും എത്ര വെച്ചാൽ കൂടുന്നത്? 6% വെച്ചാൽ കൂടുന്നത്. ഇവിടുന്ന് 2018 നിന്ന് 2020 വരെ 2 വർഷമുണ്ട്. അപ്പോൾ ഒരു വർഷം 6% കൂടി, 2 വർഷം എന്താണ്? 6 രണ്ടിൻ്റെ സക്സസീവ് ആണ്. അപ്പോൾ എത്രയാണ്? 12.36% കൂടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടുന്ന് 12.36% കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ 12.36 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ 50% എടുത്തിട്ട് പൂജ്യങ്ങൾ അങ്ങോട്ട് പോകുമായിരിക്കും. 12% എന്ന് പറഞ്ഞാൽ 6,000, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ 50% 50,000 × 12.36%. ഞാൻ ജസ്റ്റ് 50% എടുക്കുന്നു, പകുതി എടുക്കുമ്പോൾ 618. അപ്പോൾ ഇതിൻ്റെ 10% 5,000 ആണ്. അപ്പോൾ 618 എന്ന് പറഞ്ഞ വാല്യൂ എടുത്തില്ല, 6,000 സംതിങ്ങിലേ വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇതിനാണ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 50,000 × 12.36/100 ഒക്കെ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ കിട്ടത്തുള്ളൂ. ഇതാണ് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ 50,000-ൻ്റെ 12 അല്ലെങ്കിൽ 50% ഇൻറ്റു ശതമാനം ഇവിടെ കൊടുക്കുന്നു, 50% ഇൻറ്റു ബാക്കി പൂജ്യങ്ങളെല്ലാം ഇങ്ങോട്ട് വരും. ഓക്കെ, A% B എന്ന് പറഞ്ഞാൽ B% A ആണ്. ഇവിടെ ഞാൻ ക്ലാസ് എടുക്കാൻ വന്നതല്ല, ഇവിടെ ഞാൻ എക്സാമിന് എങ്ങനെ ചെയ്യും? അപ്പോൾ ഞാനിത് കാണുന്നു, 50,000 കാണുന്നു, 12.36, നമുക്ക് എന്ത് ഇതിൻ്റെ പകുതി 6,180. അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഉള്ള ദൂരം എത്രയാണ്? 6,180. ഇനി ഇവിടുന്ന് ഇവിടെ ഉള്ള ദൂരം കൂടി കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? അവരുടെ ഡിഫറൻസ് കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടെ 12.36 ഇവിടുത്തെ വാല്യൂവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അവിടുത്തെ വാല്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 6% കൂടി, അതായത് ടോട്ടൽ ഇനിഷ്യൽ വാല്യൂ നിന്നും 12.36% കൂടിയിട്ടാണ് ഇത് ഇവിടെ എത്തിയത്. 12.36 നമുക്ക് എന്താ ഇവിടെ നെക്സ്റ്റ് പോസിബിൾ ഇൻറ്റീജേഴ്സ് അത്യാവശ്യം ദൂരമുണ്ട്. ഓപ്ഷൻസ് തമ്മിൽ 12.36 ഞാൻ 12.5 എടുക്കുന്നു. 12.5 എടുത്താൽ ഇവിടെ എന്താണ്? 1/8 ആണ്. അതായത് 8 എന്ന് പറയുന്ന വാല്യൂ എത്രയാണ് കൂടിയത്? 1 കൂടി 9 ആണ് ആയത്. 9ൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 50,000. ഇപ്പോൾ കൂടിയ വാല്യൂ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 യൂണിറ്റിൻ്റെ ഗ്യാപ്പാണ്. നമുക്ക് ഇനിഷ്യൽ വാല്യൂൻ്റെ ആവശ്യമില്ല. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ വേണം. 50,000/9 എന്ന് പറയുമ്പോൾ 50/9 5, ബാക്കി 50/9 5, ബാക്കി 50/9 5, ബാക്കി
50 55 ഞാൻ ഏകദേശം 5550 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ ഡിഫറൻസ് എത്രയാണ്? 5550 ഏകദേശം. അപ്പോൾ 5550 നമ്മുടെ ടോട്ടൽ ഡിഫറൻസ് എന്ത് വരും? ഇതുകൂടെ കൂട്ടണം. 6180 5550 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരും? 30 1 62 95 2 7 2 7 6 5 11 11730. അതിന് ഇതിലും ജസ്റ്റ് കുറവായിരിക്കും ആൻസർ. കാര്യം എന്താ? 12.36 നമുക്ക് വേണ്ടത്, നമ്മൾ 12.5 എടുത്തത്. അപ്പോൾ ഈ സാധനം ഇച്ചിരി കുറവായിരിക്കും. നമ്മൾ ആൻസർ 11730 ജസ്റ്റ് കുറവായിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ ഇതുണ്ട്. ഓപ്ഷൻ എ 11680. ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് കാൽക്കുലേഷൻ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഇത്രയും സമയമൊന്നും എടുക്കത്തില്ല, മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും ചെയ്യിപ്പിക്കുന്നത്. 50,000. അപ്പം ഞാൻ പറയുന്നു, ഇത് 50,000 ഉണ്ടായിരുന്നു, 12.36 കൂടി ഇതിനെ എന്ത് ചെയ്തു? 50% എടുത്തു, 6180. ഏകദേശം 6000, 5000 10%. അപ്പോൾ ആ ഒരു റേഞ്ച് വരുന്നത് 6180 ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ബാക്കിലോട്ട് പോവുക. 8 നിന്ന് 9 ആയത് അസ്യൂം ചെയ്തു. 12.5 8 9 ആയി. 9ന്റെ വാല്യൂ ഇത് തന്നിട്ടുണ്ടെങ്കിൽ 1ന്റെ വാല്യൂ എത്ര? അതായിരിക്കും ഇവിടുത്തെ ഗ്യാപ്പ്. ഇത് രണ്ടുകൂടെ കൂടുന്നതായിരിക്കും ഇവിടുത്തെ ഡിഫറൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് പേര് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആണത്. യെസ്, അടുത്ത. യെസ്, ഓക്കെ. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏരിയാസ് ഓഫ് 2 സിമിലർ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. റേഷ്യോ ഇതാണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സൈഡ്സിന്റെ റേഷ്യോ. ഓക്കെ, ഈ PDF ഫുള്ള് വന്നിട്ടില്ലാത്തതാണ്. സൈഡ്സിന്റെ റേഷ്യോ. ഏരിയയുടെ റേഷ്യോ ഇതാണെങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? റൂട്ട് ഓഫ് ഏരിയ ആയിരിക്കും. അപ്പോൾ റൂട്ട് ഓഫ് 121 11 റൂട്ട് ഓഫ് 225 15. ഇതും പെൻ ഫ്രീ ആണ്. പെൻ ഫ്രീ ആയിട്ടുള്ള എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണിത്? പെൻ ഫ്രീ ആയിട്ടുള്ള 3 കഴിഞ്ഞു. 4ാമത്തെ പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. യെസ്, 4ാമത്തെ പെൻ ഫ്രീ ആയിട്ടുള്ള പെൻ എടുക്കാതുള്ള 4ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, 6 ക്വസ്റ്റ്യൻ 4 എന്താണ്? പെൻ എടുക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഫൈൻഡ് ദ വാല്യൂ ഓഫ് y. Find the value of y if x minus 2y minus 2z തന്നിട്ടുണ്ട്, x minus y minus plus z തന്നിട്ടുണ്ട്, 2x minus 3y minus x. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും? 9 ഈക്വൽ ആണ്. അപ്പോൾ എന്താണ്? ഈ ഇക്വേഷൻ ഈക്വൽ ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആണെന്ന് പറയുന്നു. ഇത് ഈക്വൽ ആകുമ്പോൾ നമുക്ക് എന്താ ബാക്കി വരുന്നത് നോക്കാം. ഇസ് അവിടെ കിടക്കട്ടെ. എക്സിനെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? റൈറ്റ് സൈഡിൽ ഞാൻ ഈ ഒരു സാധനം മറക്കുവാണ്. ഇതങ്ങ് മറന്നേക്കുവാണ്. ഞാൻ എന്ത് ചെയ്യണം? മറന്നേക്കുവാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തെ അങ്ങ് മറന്നേക്കുവാണ്. ഇത് 9 ആണ്, ഇത് 9 ആണ്. ഇത് രണ്ടും ഈക്വൽ ടു ആണെന്ന് എന്ത് ചെയ്യുകയാണ്? നിങ്ങൾ വിചാരിക്കുവാണ്. ഈക്വൽ ടു ആണെന്ന് യെസ്, ഈക്വൽ ടു ആണെന്ന് വിചാരിക്കുവാണ്. ഈ 9ഉം ഇതും ഇവിടെ ഇല്ല, ഇത് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുവാണ്. ഇത് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്താ? ഇവിടെ ഈക്വൽ ടു വരും. ഇത് ഈക്വൽ ടു എന്ന് വിചാരിക്കുവാണ്. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഞാൻ ഡയറക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ 2x മൈനസ് എക്സ് വരും. ഇവിടെ -y അപ്പുറത്ത് പോകുമ്പോൾ +y ആണ്. -3y + y എന്ന് പറഞ്ഞാൽ -2y. ഇവിടെ z ഉണ്ട്. ഈ -z ഇപ്പുറത്ത് പോകുമ്പോൾ +z ആവും 2z. ഓക്കെ, 2z എന്ന് പറയും. x - 2y വാല്യൂ എന്ന് തോന്നുന്നു 2z എന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് x - 2y ഇതാ കിടക്കുന്നില്ലേ? അപ്പോൾ x - 2y ഉണ്ട്. അപ്പോൾ അതിന് 2x കൊടുക്കാം. അപ്പോൾ 2z 4z 16 ആണ്. x ന്റെ വാല്യൂ എന്ത് വരും? 4 എന്ന് വരും. z ന്റെ വാല്യൂ 4 വന്നാലേ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. 4 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? x - y = 4. ഇതിന് 4 കൊടുത്താൽ 9 - 4 നമുക്ക് 5 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ 2x - 3y എന്ന് പറഞ്ഞാൽ 2x - 3y എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ 4 കൊടുത്താൽ -4 ആണ്. അപ്പോൾ അടുത്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 13 കിട്ടും. ഇനി എന്ത് ചെയ്യാം? ഇതിനകത്ത് നിന്ന് നമുക്ക് ചെയ്യാം. എക്സിനെ കളയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഓക്കെ, വൈയുടെ വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, കറക്റ്റല്ലേ നമ്മൾ ചെയ്തത്? x - 2y. ഓക്കെ, സോറി, x - 2yയുടെ വാല്യൂ എന്ത്? 2z ആണ്. ഇപ്പോൾ ഇവിടെ 8 കുറയ്ക്കണം. x - 2y. ഓക്കെ, അവിടെ ചെയ്യേണ്ട, രണ്ടിനും ചെയ്യാം. യെസ്, ഇവിടെ നമുക്ക് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇസഡിന് നമ്മൾ 4 കൊടുക്കുമ്പോൾ 4 2 8 8 16 കൊടുക്കുമ്പോൾ 8 വരും. അപ്പോൾ x - 2yയുടെ വാല്യൂ എന്ത് വരും? x - 2yയുടെ വാല്യൂ 8 എന്ന് വരും. ഇനി ഇത് സോൾവ് ചെയ്യണം. രണ്ടും x ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് രണ്ടുകൂടെ കൂട്ടാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറയ്ക്കാം. ഓക്കെ, ഫസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ കുറയ്ക്കാം. അപ്പോൾ എന്ത് കിട്ടും? -y -2y -y + 2y എന്ന് വരും. അപ്പോൾ y = 5 - 8 -3. ആൻസർ വരും ഓപ്ഷൻ 4. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ഇത് രണ്ട് ഈക്വൽ ആണെന്ന് കണ്ടു. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ x - 2yയുടെ വാല്യൂ കണ്ടുപിടിച്ചു. x - 2yയുടെ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്തു. ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ കിട്ടി. ഐസഡിൻ്റെ വാല്യൂ എടുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷനിൽ ഐസഡിൻ്റെ വാല്യൂ കൊടുത്തു. 2 ഇക്വേഷൻ കിട്ടി, 2 വേരിയബിളും കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. ഈസി ആയിട്ട് നമ്മൾ ഓപ്ഷൻ 4 നമ്മൾ ആൻസർ കൊടുത്തു. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, റാണി ആൻഡ് ആദ്യ വർക്കിംഗ് സെപ്പറേറ്റ്ലി ആൻഡ് ഫിനിഷ് സ്റ്റാർട്ടിങ് 12 days and 16 hours അല്ല, 16 days ആണ്. ഇവിടെ ഡേയ്സ് ആണെങ്കിൽ ഇവിടെ എന്താണ്? ഡേയ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. ദേ വർക്ക് ഇൻ സ്ട്രെച്ചസ് ഓൺ ഡേ ആൾട്ടർനേറ്റീവ്ലി ഇഫ് റാണി സ്റ്റാർട്ട്സ് വർക്കിംഗ് ഫസ്റ്റ് ദെൻ ഈ ക്വസ്റ്റൻ തെറ്റായതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും മാർക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇഫ് റാണി വാസ് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ദെൻ ടാസ്ക് വിൽ കംപ്ലീറ്റ്. അപ്പോൾ 12 16 ആണെങ്കിൽ LCM 48 LCM SCFിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ടല്ല, നമ്മുടെ LCM SCF ചെയ്തിട്ടുണ്ട്, ടൈം വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12 16 ഞാൻ എക്സാമിന് പോകുകയാണെങ്കിൽ 48 ടോട്ടൽ വർക്ക്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റിൻ്റെ എഫിഷ്യൻസി 4, മറ്റാമത്തെ എഫിഷ്യൻസി 3. 2 ദിവസം കൊണ്ട് അവർ 7 യൂണിറ്റ് വർക്ക് ചെയ്യും.
അപ്പോൾ നമുക്ക് 48 യൂണിറ്റാണ് ടോട്ടൽ വർക്ക് ഉള്ളത്. അപ്പോൾ 42 യൂണിറ്റ് വർക്കിന് നമുക്ക് ഇൻറ്റു 6 അപ്പോൾ 12 ദിവസം എടുക്കും. 13 ദിവസം ചെയ്യുന്നതാണ് റാണിയാണ്. റാണി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആളാണോ? ആദ്യത്തെ ആളാണ്. അപ്പോൾ 13 ദിവസം കൊണ്ട് അടുത്ത 4 ചെയ്ത് 46 പിന്നെ ബാക്കിയുള്ളത് 2 യൂണിറ്റ് വർക്കാണ്. ആരാ ചെയ്യുന്നത്? ആരാണ്? നമ്മുടെ രണ്ടാമത്തെ ആൾ ആദ്യമാണ്. ആദ്യയുടെ എഫിഷ്യൻസി 3 അപ്പോൾ 13 2/3 ഡേയ്സിൽ എന്ത് ചെയ്യും? വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓപ്ഷൻ 3 നമുക്ക് ആൻസർ കൊടുക്കും. ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. എത്ര എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. യെസ്. അടുത്ത നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് പെൻ ഫ്രീ ആണെന്ന് പറയാൻ പറ്റത്തില്ല. യെസ്, 4 ക്വസ്റ്റ്യൻ ആയിരുന്നു പെൻ ഫ്രീ ആയിട്ടുള്ളത്. യെസ്. അടുത്ത ഓക്കെ, എയും ബിയും 2 players who are playing game to hit the target. The probabilities of hitting target by A and B is 2/3 and 3/4 respectively. What is the probability exactly one of them hit the target? അപ്പോൾ ഇത് പ്രോബിലിറ്റിയുടെ 3 ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 3ാമത്തെ ക്ലാസ്സിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് ഞാൻ ചെയ്യിപ്പിച്ചാണ്. ഒരാൾ കള്ളം പറയുന്നു, ഒരാൾ സത്യം പറയുന്നു. ഒരു സമയത്ത് ഒരു ഫാക്ട് ഒരാൾ കള്ളം പറയുമ്പോൾ കോൺട്രഡിക്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചാണ്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായത് ഒരാൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ, എ ടാർഗറ്റ് 2/3 ഹിറ്റ് ചെയ്താൽ മറ്റേ ആൾ എന്ത് ചെയ്യണം? ഹിറ്റ് ചെയ്യരുത്. മറ്റേ ആൾ ഹിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എ 2/3 ആണെങ്കിൽ ബി 3/4 ആണ്. അപ്പോൾ 3/4 4 3 എന്ത് ചെയ്തില്ല? ബി ഹിറ്റ് ചെയ്യും. അപ്പോൾ ബി ഹിറ്റ് ചെയ്യാതിരിക്കാനുള്ള ഫോമുല എന്താണ്? 1/4. 4 ഒരെണ്ണം ബി ഹിറ്റ് ചെയ്യത്തില്ല. പ്ലസ് അടുത്ത ടാർഗറ്റ് എക്ക് മിസ്സാവണമെങ്കിൽ 3 2 എ കൊള്ളിക്കും. അപ്പോൾ 1/3 എന്ത് ചെയ്യും? മിസ് ചെയ്യും. ബിക്ക് കൊള്ളണം. എക്ക് മിസ്സാകുമ്പോൾ ബി കൊള്ളണം. അപ്പോൾ 3/4 12 അടി വരും. ഇവിടെ 2 3 5 5/12. ഓപ്ഷൻ സി നമുക്ക് ആൻസർ എടുക്കാം. പ്രോബിലിറ്റിയുടെ 3ാമത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ മൊത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ചുമ്മാ ഇത് എ കിട്ടുന്നു, ബി ബാർ എ ബി ബാർ പ്ലസ് ബി ബാർ എ ഇങ്ങനെയൊന്നും എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ മെയിൻസിന് പോകാൻ പ്രിപ്പയർ ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്. ഓൺ ദ ഒക്കേഷൻ ഓഫ് റിപ്പബ്ലിക് ഡേ റേറ്റേഴ്സോട് ഓഫ് ഇതുണ്ട്, സ്കീമുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. 26% ഇത്രയും രൂപയ്ക്ക് 2050 വാങ്ങുന്നു. എത്ര രൂപ അവൻ സേവ് ചെയ്യാം? അപ്പോൾ ഇതിൻ്റെ 26% വേണ്ടത്. 26% എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 13ന്റെ മൾട്ടിപ്പിളാണ്. 13 മൾട്ടിപ്പിളാണ് ഇത്. 13 × 4 52. ഇതല്ല 520 ആയിരുന്നു. 520 ഇതല്ല. ഇത് 13 ആണ്. 52 ആണെങ്കിൽ ആയി. ബാക്കി 1 13 മൾട്ടിപ്പിളാണ്. ഇത് 13 ആണോ? 52 വരെ ഓക്കെ. 24 13 മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ 3 13 മൾട്ടിപ്പിൾ. നമുക്ക് എന്ത് ചെയ്യാം? ഇത് പെൻ ഫ്രീ ആണ്. എത്രയാണ്? 5ാമത്തെ ക്വസ്റ്റ്യൻ. പെൻ ഫ്രീ ആയിട്ടുള്ള 5ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്. നെക്സ്റ്റ്. Vessel A contains milk and water in the ratio 4/5. Vessel B contains milk and water എന്നിട്ട് 2:1. X liters of mixture A എടുക്കൂ, Y liters of mixture B എടുത്തു. റേഷ്യോ milk and water in the mixture എത്ര? 8:5 ആണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് X and Y. നമുക്ക് എന്ത് ചെയ്യാം? മിൽക്കിൻ്റെ അളവിൽ അലിഗേഷൻ ചെയ്യാം. അലിഗേഷൻ്റെ കാര്യങ്ങളെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസിലെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4/9 ആണ് ആദ്യത്തിൽ മിൽക്ക്. രണ്ടാമത്തിനകത്ത് 2/3 ആണ് മിൽക്ക്. ലാസ്റ്റ് എന്ത് വരും? 8/13 വന്നു. നമുക്ക് എന്ത് ചെയ്യാം? എല്ലായിടത്തും നമുക്ക് 9 × 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാ റേഷ്യോനെയും LCM കാര്യം എല്ലാം ഇൻഡിജർ ആക്കാൻ വേണ്ടി 9 × 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മേളിൽ 9 × 13 പോകുമ്പോൾ 9 വിട്ടുപോയി 13 4 52. ഇവിടെ 9 × 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ ഇതിനെ നമുക്ക് 9 ആക്കാം. 9 ആക്കുമ്പോൾ 6/3 കൊണ്ട് വിളിക്കാം. 6/9 എന്നിട്ട് 9 × 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 78 വരും അല്ലേ? 9 പോയി 13 6 78. ഇവിടെ 9 8 72. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ 6. ഇവിടെ നമുക്ക് 20 എന്നിട്ട് 3/10 ഈ റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് എടുക്കുന്നത്. എക്സും വൈയും ആ ഒരു റേഷ്യോയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ആവറേജ് ഓഫ് 91 ഫസ്റ്റ് 91 ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വേണം. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ -2 -3 അങ്ങനെയൊക്കെ ഉണ്ട്. 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നാച്ചുറൽ നമ്പേഴ്സ് എന്നൂടെ ലൈനിൽ എഴുതണം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് എഴുതണം. ഇതിന് ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. n × n+1 ആണ് ആദ്യത്തെ ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത്. ആവറേജ് എന്ന് പറഞ്ഞാൽ n+1 ആണ്. ഓക്കെ, n എന്ന് പറഞ്ഞാൽ ഇവിടെ 91 ആണ്. 91 92. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വോളിയം റൗണ്ടഡ് ഓഫ് ആണ്. റൈറ്റ് സർക്കുലർ കോൺ ഡയമീറ്റർ 12 ഹൈറ്റ് 5 ആണ്. അപ്പോൾ വോളിയം ഓഫ് എ കോൺ ആണ്. അപ്പോൾ കോണിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 π 22/7 r². ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 12 ഡയമീറ്റർ. അപ്പോൾ 6 ആണ് റേഡിയസ്. 6 × h എന്ന് പറഞ്ഞാൽ 5 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 3 വെച്ചിട്ടും ഇവിടെ 2 6 × 12 5 60 എന്ന് വരും. അപ്പോൾ 60 × 22/7 22/7 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ മൾട്ടിപ്ലൈ. ഞാൻ ചെയ്യുന്നത് 22/7 3 സംതിങ് ആണ്. 3.14 ആണ്. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 വരും. അപ്പോൾ 0.14 എന്ന് പറഞ്ഞാൽ 0.1 ഏകദേശം 6. 0.2 എന്ന് പറയുമ്പോൾ 12. അപ്പോൾ 192 കുറവായിരിക്കും ആൻസർ. 180 കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3. ഞാൻ ഇത്ര എഴുതത്തുള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 12 60 ആണ്. ഇത് 60 ആണ്. 60 ഗുണം ഇത് 160 22 × 6 എന്ന് പറയുമ്പോൾ 132/0/7 കിട്ടും. അത് 1 ബാക്കി ഒരു വട്ടം 62 അത് 8 വട്ടം 1 8 തുടങ്ങുന്ന ആൻസർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. യെസ്, ഇത് പെൻ ഫ്രീ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് ഞാൻ ഓപ്ഷൻ എ തന്നെ മാർക്ക് ചെയ്യും. എന്തുകൊണ്ടാണ്? ഇവിടെ 1296 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ 6 × 6 × 6 × 6 6ൻ്റെ 36ൻ്റെ സ്ക്വയറാണ്.
അപ്പോൾ ഇവിടെ ഒന്നും 57-നകത്തും എന്തില്ല, 7 ഈ 40 താഴെ 7 അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് എന്തുണ്ട്, താഴെ ഈ മേളിൽ കിടക്കുന്ന 7 വെട്ടിക്കളയാൻ താഴെ ആരുമില്ല. അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് എന്തേ കാണും, 7 മൾട്ടിപ്പിൾ. ആൻസർ എന്തായിരിക്കും, 7 മൾട്ടിപ്പിൾ ആയിരിക്കും. പെൻ ഫ്രീ ക്വസ്റ്റ്യൻ, ആറാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. നേരത്തെ 6 നമുക്ക് 5 വന്നത്, 5 ഇത് ആറാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. യെസ്, അടുത്ത്. അപ്പോൾ ഇങ്ങനെ പെൻ ഫ്രീ ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിരിക്കും. അത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അടുത്ത CGL 25 പഠിക്കുന്നവർ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്തോ. ഈ ക്ലാസ് കണ്ട് ഇത് ഈ 30 ദിവസം പഠിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമില്ല. എക്സിൻ്റെ വാല്യൂ ഇതാണ്, വൈയുടെ വാല്യൂ ഇതാണ്, വാല്യൂ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ്. ഇപ്പോൾ 2 × 8 സ്ക്വയർ 64, 5 റൂട്ട്സ് 5 സ്ക്വയർ 5 ആണ്, 67, 5 69 ഇരട്ടി 138, 69 ഇരട്ടി. അപ്പോൾ ഇതെന്താണ്, പെൻ ഫ്രീ ആണ്. ഞാൻ 7ാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ നോക്കി തന്നെ ചെയ്യാം. അടുത്ത് യെസ് 16ാമത്തെ ക്വസ്റ്റ്യൻ. എ സം ഓഫ് മണി ഡിസ്ട്രിബ്യൂട്ടഡ് എമോങ് 3 ഫ്രണ്ട്സ് ആണ്. പ്രൊപ്പോർഷൻ ആയിട്ടുണ്ട്. പി ഗെറ്റ്സ് 1500 മോർ ദാൻ 6. പിയും 6ഉം. അപ്പോൾ 1ന്റെ വാല്യൂ ആണ് 1500. നമുക്ക് ക്യൂവിൻ്റെ ഷെയർ 3ന്റെ വാല്യൂ, 1ന്റെ വാല്യൂ 1500 ആണെങ്കിൽ 3ന്റെ വാല്യൂ 1500 × 3 4500. പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് പെൻ ഫ്രീ? 7. 8ാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. യെസ്, 8ാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. അടുത്ത tan x പ്ലസ് വൈ ഇൻറ്റു tan x മൈനസ് വൈ 1 ആണ്. അപ്പോൾ tan a ഇൻറ്റു tan b 1 ആവണമെങ്കിൽ a പ്ലസ് ബി 90 ആയിരിക്കണം. a പ്ലസ് ബി 90 ആവണമെങ്കിൽ x പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ. അപ്പോൾ 2xൻ്റെ വാല്യൂ 90 ആണ്, എക്സിൻ്റെ വാല്യൂ 45 ആണ്. tan 45 എത്രയാണ്? 1 ആണ്. നമ്മുടെ അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യൻ? 9ാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. അടുത്ത യൂസിങ് എംപിരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ദ മോഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. മോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ മോഡെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മോഡെന്ന് പറഞ്ഞാൽ മോഡിൻ്റെ ഫോർമുല ഉണ്ട്. മോഡിൻ്റെ ഫോർമുല ഒന്നും ഞാൻ എഴുതത്തില്ല, ഞാൻ എക്സാമിന് ചെയ്യുന്നത് 3 മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ. അതാണ് നമ്മുടെ ഈ ഒരു മോഡിൻ്റെ ഫോർമുല. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3 ഇൻറ്റു മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയിട്ട് നടുക്കുള്ളത്, അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് നടുക്കുള്ളത്. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 ഉണ്ട്. 12 എന്ന് പറഞ്ഞാൽ 6ാമത്തെ 7ാമത്തേൻ്റെയും മിഡിൽ വരുന്നതായിരിക്കും. 6ാമത്തെ 7ാമത്തെ കണ്ടുപിടിക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക. 6ാമത്തെ 6th 7th ആവറേജ് എടുക്കുക, അതായിരിക്കും മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാം. ഏറ്റവും ചെറുത് ഏതാ? 1ാമത്തെ 16, 2ാമത്തെ 17, 3ാമത്തെ 18, 4ാമത്തത് 19 20, 5ാമത്തത് 21, 6ാമത്തെ 22. അപ്പോൾ 22 വേണം. അടുത്ത 7ാമത്തെ ഏതാണ്? 23 ഇല്ല ഒരിടത്ത്, 24 ആണ്. അപ്പോൾ 7ാമത്തെ 24 ഇതിൻ്റെ പകുതി. 22 20 46ന്റെ പകുതി എത്രയാണ്? 23. മീഡിയൻ 23 ആണ്. ഇതാണ് കാൽക്കുലേഷൻ. -2 ഇൻറ്റു മീൻ എന്ന് പറഞ്ഞാൽ സം എടുത്തിട്ട് ബൈ 12 ചെയ്യുക. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ എന്ത് വരും? സം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിന് യൂണിറ്റ് 2 കൂടുക. 7 8 ഇത് കാൽക്കുലേഷൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയാണ്. 7 8 16 21 29 33 35 41 45 50 54 4 ശിഷ്ടം 5 7 9 11 12 14 16 18 20 21 23 25 26 264/12 എത്ര വരും? 2 വട്ടം, ബാക്കി 24, 2 വട്ടം 22. അപ്പോൾ നമുക്ക് 69 മൈനസ് 44, 69 മൈനസ് 44 എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. 25 69 47 പോയാൽ 25. ഒരു പ്രശ്നവുമില്ല. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു. അങ്ങനെ നമുക്ക് കമ്പൗണ്ടഡ് ഡിവിഡൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് മേളിൽ എഴുതണം, ഇത് താഴെ എഴുതണം. 9/1 എന്ന് വരും. അപ്പോൾ സീക് തീറ്റ കമ്പൗണ്ടഡ് ഡിവിഡൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ a പ്ലസ് ബി ബൈ എ മൈനസ് ബിയിലെ കമ്പൗണ്ടഡ് ഡിവിഡൻഡ് ചെയ്യുമ്പോൾ a/b ആണ്. അപ്പോൾ സീക് തീറ്റ ബൈ ടാൻ തീറ്റ എന്ന് വരും. സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/cos ആണ്, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ sin/cos ആണ്. മേളിൽ വരുമ്പോൾ cos/sin ആവും. അപ്പോൾ ഇത് പോയി 1/sin തീറ്റയാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? കമ്പൗണ്ടഡ് ഡിവിഡൻഡ് ഇവിടെയും ചെയ്യണം. അപ്പോൾ 9 + 1 10/9 - 1 8 5/4 എന്ന് വരും. 5/4 ആണ് കോസീക് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ 4/5 എന്ന് വരും. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് നമുക്ക് വേണ്ടി അതെന്താ വാല്യൂ ഓഫ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ കുറച്ച് മിസ്സിംഗ് ഉണ്ടല്ലേ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കേണ്ടി വരും. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ നോക്കേണ്ടി വരും. നോക്കട്ടെ, വേറൊരു PDF നിന്ന് നോക്കാം. ഈ ഒരു PDF ഞാൻ എടുത്തത് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഫുൾ ഇല്ലല്ലോ ഇതിനകത്ത്. ഓക്കെ, ഒരു മിനിറ്റ്, വേറൊരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കട്ടെ. യെസ്, ഒരു മിനിറ്റ്. യെസ് നമുക്ക് അതുവരെ കിട്ടി. ഓക്കെ, ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ അല്ലേ? നമുക്ക് ഇപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവാം, പറയണ്ട. യെസ്, ഓക്കെ, ഇവിടെ സൈൻ തീറ്റ മൈനസ് ടാൻ തീറ്റ വാല്യൂ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഇതായിരുന്നു. വാല്യൂ ഓഫ് sin theta minus tan square theta divided by sin theta plus tan square theta ഇതായിരുന്നു. അപ്പോൾ sin theta എന്ന് പറഞ്ഞാൽ 4/5 എന്ന് വരും. മൈനസ് tan square theta, tan theta എന്ന് പറയുമ്പോൾ ഇത് 3 4 5 ആണ് ട്രിപ്ലറ്റ്. അപ്പോൾ tan theta എന്ന് വരും 3/5
4/3. ഓക്കെ, 4/3 സ്ക്വയർ 16/9. 16/9 താഴെ ഇതേപോലെ 4/5 പ്ലസ് 16/9. അപ്പോൾ എന്തൊരു 36 80 പോയി കഴിഞ്ഞാൽ -44 -44 20 45 ഉണ്ട്, നോക്കണ്ട. 45 ഇവിടെ ഉണ്ട്. ഇവിടെ എന്തോരും 46. അപ്പോൾ ഈ 44 ആരുണ്ട് 11 ഉണ്ട്. അപ്പോൾ ഇവിടെ മൈനസാണ് ആൻസർ. ഇതുമല്ല മൈനസാണ് ആൻസർ. എന്തായാലും 13 ഈ 44 ഇതില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം 11 അതിനകത്ത് കാണും. താഴത്തുള്ള കണ്ടുപിടിക്കാൻ വേണ്ട 116 ആയിരിക്കും വരുന്നത്. ഓക്കെ, -11/29. അങ്ങനെ നമുക്ക് ചെയ്യാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് A7 A9 B8 B5 അങ്ങനെ തന്നിട്ട് ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എയുടെ മാത്രം എടുത്തു കഴിഞ്ഞാൽ A_m A_n A_m ആണ്. ഇപ്പോൾ ഇവിടെ A7 -9 A_2 A_-2 വരുന്ന ഓരോ ഓപ്ഷനുള്ളൂ. ഞാൻ എന്ത് ചെയ്യും, ഇത് മാർക്ക് ചെയ്തിട്ട് പോകും. എത്രാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആണ്? 9 10ാമത്തെ അല്ലേ? 9 അല്ലായിരുന്നു ഇത്? അല്ലേ, 10ാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആണ്. 20 ക്വസ്റ്റ്യനിൽ 10 എന്താണ് പെൻ ഫ്രീ ആണ്. അടുത്ത ബൈ ഹൗ മച്ച് 60% ഓഫ് 75 ഗ്രേറ്റർ ദാൻ 1/5 ഓഫ് 25? എത്ര കൂടുതലാണെന്ന്. ഓക്കെ, ഹൗ മച്ച് 60% 75 എന്ന് പറഞ്ഞാൽ എത്ര? ഇതിൻ്റെ 65 3/5 ആണ്. 45 കിട്ടും. 60% പറഞ്ഞാൽ 3/5 ആണ്. ഓക്കെ, അല്ലെങ്കിൽ 3/5 ഇൻറ്റു 3/4 ഓഫ് 60 അത് ചെയ്താലും മതി. 45 ഗ്രേറ്റർ ദാൻ 5. 45 എത്രയാണ്? 5 എത്ര കൂടുതലാണ്? 40 കൂടുതലാണ്. അടുത്ത പെൻ ഫ്രീ ക്വസ്റ്റ്യൻ 11ാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. യെസ്, അടുത്ത ദ ആവറേജ് ഓഫ് 3 പേഴ്സൺ കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കുറച്ച് വലുതാക്കാം. യെസ്, നല്ല പാടായിരിക്കും അല്ലേ കാണാൻ? യെസ്, ഇപ്പോൾ ഓക്കെയാണ്. യെസ്, ദ ആവറേജ് ഓഫ് 3 persons ഈസ് 56 years ആൻഡ് ദയർ ഏജസ് ആർ ഇൻ ദ റേഷ്യോ വന്നിട്ടുണ്ട്. ദ ഏജ് ഓഫ് ദ യങ്ങസ്റ്റ് പേഴ്സൺ. അപ്പോൾ ആവറേജ് 56 ആണെങ്കിൽ സം എന്ന് പറഞ്ഞാൽ 56 3 എത്രയാണ്? 168 സം 168. അങ്ങനെയാണെങ്കിൽ റേഷ്യോയിലെ സം എത്ര? 7 7 14. 14 വാല്യൂ 168. 14 ഗുണം 12 ആണ് 168. അപ്പോൾ 1ൻ്റെ വാല്യൂ 12 ആണ്. 14 വാല്യൂ 168 ആണെങ്കിൽ 1ൻ്റെ വാല്യൂ 12 ആണ്. 2ൻ്റെ വാല്യൂ 2 ഗുണം 12 24. പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. അത് എത്രാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ? എൻ്റെ എത്രാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ? 12ാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആണ്. 12th. ഇത്രയും കിടക്കട്ടെ. 12ാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. യെസ്, അടുത്ത എ ടോയ്സ് ഇൻ ദ ഫോം ഓഫ് എ കോൺ മൗണ്ടഡ് ഓൺ എ ഹെമിസ്ഫിയർ. ഒരു ഹെമിസ്ഫിയറിൽ എന്ത് ചെയ്യാണ്? ഒരു കോൺ ഇങ്ങനെ ഇരിക്കുകയാണ്. യെസ്, ഒരു ടോയ് ആണ്. റേഡിയസ് ഓഫ് ഹെമിസ്ഫിയർ ആൻഡ് കോണും 36 ആണ്. ഓക്കെ, റേഡിയസ് എത്രയാണ്? 36 ആണ്. ഇത് 36 ആണ്. ഹൈറ്റ് ടോട്ടൽ വന്നിട്ടുണ്ട് 105 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ ഇതിൻ്റെ സർഫസ് ഏരിയ πr² ആണ്. 2πr² ആണ്. 2 ഇൻറ്റു π ഇൻറ്റു r². ഹെമിസ്ഫിയറിൻ്റെ 36ൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ഏരിയ എന്ന് പറഞ്ഞാൽ πr അല്ലാണ്. π ഇൻറ്റു റേഡിയസ് 36 ഇൻറ്റു l ആണ്. അപ്പോൾ യെസ്, π അവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കേ 36. അപ്പോൾ എല്ലാം അവിടെ നിൽക്കട്ടെ. എല്ലാം നമുക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ 36ാമത്തെ എന്തുണ്ട്? 9 ഉണ്ട്. അപ്പോൾ ഈ 9 കോമ എടുത്താൽ ഇവിടെയും കാണും. ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നോക്കാം, π അവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടെ 7 6 13 9ൻ്റെ അല്ല. ഇത് 16 5 21 6 27 9ൻ്റെ മൾട്ടിപ്പിൾ ഹോൾഡ് ചെയ്യാം. 18 7 25 5 30 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇത് വേണ്ട. 4 5 4 9 2 2 ആണ്. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ആൻസർ 9ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന ഇതുള്ളൂ. ഓപ്ഷൻ 2 ഉള്ളൂ. ഇതൊരു പാർഷ്യലി പെൻ ഫ്രീ ആയിട്ട് ഇത് ചെയ്യേണ്ടി വരും. ഫിഗർ വേണമെങ്കിൽ വരയ്ക്കാൻ നിങ്ങൾക്ക്. യെസ്, 24ാമത്തെ ക്വസ്റ്റ്യൻ. എൻ്റെ ക്ലാസ് നോട്ട് നമ്മുടെ യെസ് നമ്മുടെ ടെലിഗ്രാം ചാനൽ എഴുതുന്നതായിരിക്കും. അടുത്ത അനിലും ബീനയും ഫ്രണ്ട്സ് ആണ്. അനിലും ബീനയും ഉണ്ട്, ഫ്രണ്ട്സ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഏജ് 5 വർഷമാണ്. അനിൽസ് ഫാദർ ദിനേശ് ഉണ്ട്. ബീന സ്റ്റൈസ് ഓളർ ദാൻ ഹിസ് സിസ്റ്റർ ചാരു ഉണ്ട്. ഏജ് ഓഫ് ദിനേശ് ആൻഡ് ചാരു ഡിഫർ ബൈ 45 years. ദിനേശിൻ്റെ ചാരുവിൻ്റെയും ഏജിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. ഇഫ് ബീന ഈസ് ഓൾഡർ ദാൻ അനിൽ. ഓക്കെ, ബീന അനിലിനേക്കാൾ ഓൾഡർ ആണ്, അത് മൂത്തയാണ്. ഡിഫറൻസ് എത്രയാണ്? 5 ആണ് അവരുടെ. അപ്പം അനിലിൻ്റെ എക്സ് ആണെങ്കിൽ ബീനയുടെ x+5 ആണ്. ഓക്കെ, അപ്പോൾ അനിലിൻ്റെ എക്സ് ആണെങ്കിൽ നമുക്ക് ദിനേശ് 3 times ഓൾഡാസ് അനിലാണ്. അപ്പോൾ 3x ആണ്. അപ്പോൾ ചാരുവിൻ്റെ വയസ്സെന്ന് പറയുമ്പോൾ എന്ത് വരും? ബീന ട്വൈസ് ആണ്. ചാരുവിനേക്കായി ഇരട്ടി വയസ്സുണ്ട്. ചാരുവിന് ഇതിൻ്റെ പകുതിയുള്ളൂ. x+5ൻ്റെ ബീനയുടെ പകുതിയുള്ളൂ. ഈ ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 45. അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 6x - x 5x. ഈ മൈനസ് അകത്തോട്ട് പോകും. -5 5x - 5ൻ്റെ വാല്യൂ എന്ത് കിട്ടും? 2 അപ്പുറത്തോട്ടും പോകും. 90. 5x - 5 90 ആണ്. 5xൻ്റെ വാല്യൂ 95 ആണ്. എക്സിൻ്റെ വാല്യൂ 19 ആണ്. അപ്പോൾ 3x നമുക്ക് എന്താ? സം ഓഫ് പെർസെൻറ്റേജ് ഓഫ് ദിനേശ് ആൻഡ് ചാരു. ദിനേശിൻ്റെ എക്സിൻ്റെ വാല്യൂ 19 ആണ്. x 19 ആണ്. അപ്പോൾ 3 × 19 57 പ്ലസ് 19 + 5 24/2 12 57 12 നമുക്ക് എന്ത് കിട്ടും? 63. കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ.
സമയം മാത്രം ശ്രദ്ധിച്ചോളാം. ഹൈറ്റ് ഓഫ് റൈറ്റ് സർക്കുലർ കോൺ 60 ആണ്. ഏരിയ ഓഫ് കർവ്ഡ് സർഫസ് ഏരിയ 5 ടൈംസ് ദ ഏരിയ ഓഫ് ബേസ്. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ ഈക്വൽ ടു 5 ടൈംസ് ഏരിയ ഓഫ് ബേസ് പൈ ആർ സ്ക്വയർ. പൈ ആർ ഇവിടെ പോയി, പൈ ആർ ഇവിടെ പോയി. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 5 ആർ എന്ന് കിട്ടി. ഓക്കെ, എല്ലിൻ്റെ വാല്യൂ 5 ആർ എന്ന് കിട്ടി. പഠിച്ച വോളിയം ഓഫ് ദ കോൺ ഇപ്പോൾ 22/7 1/3 22/7 പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് അപ്രോക്സിമേറ്റഡ് ആണെന്ന് തന്നിട്ടില്ല. അപ്രോക്സിമേറ്റഡ് അല്ല, നമുക്ക് എന്താ ആൻസറിനകത്ത് എന്ത് കാണും? 11 കാണും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നോക്കാം. 0 9 14 15. ഇവിടെ 1 9 10. 15 10 ഒരിക്കലും ഡിഫറൻസ് 0 11 മൾട്ടിപ്പിൾ അല്ല. അടുത്ത 5 9 11 12 6 9 10 12 10 ഇത് നോക്കാം. 9 18 1 19. ഇവിടെ 7 8 8 0 8. അപ്പോൾ 19 - 8 11 ആണ്. 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അവിടെ ഹോൾഡ് ചെയ്യാം. അടുത്ത 5 10 11 2 6 6 3 9 11 9 ഡിഫറൻസ് 2 ആണ്. ഇതുമല്ല. അപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ ഇത് മാത്രമേ ഉള്ളൂ. ചില ക്വസ്റ്റിനകത്ത് ഇങ്ങനെ നമ്മൾ ഐഡിയ ഉപയോഗിക്കേണ്ടി വരും, ചിലയിടത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഓപ്ഷൻ സി എന്ത് ചെയ്യാം? പെൻ ഫ്രീ ആണെന്ന് ചോദിച്ചാൽ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിത് പെൻ ഫ്രീ ഇതിൽ കൂട്ടുന്നില്ല. ഓക്കെ, കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് പെൻ ഫ്രീ ആയിട്ട് ഞാൻ ഇതിൽ കൂട്ടുന്നില്ല. യെസ്, ഓക്കെ. യെസ്, ഓക്കെ. Question okay. A man buys 10 identical articles for ₹15. If he sells each of them for 1.7, 10 15 10 1.7 ഒരെണ്ണത്തിന് വിറ്റാൽ 15 വിറ്റു. 15ൻ്റെ സാധനം 15 വിറ്റു. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 2 പ്രോഫിറ്റ്. 15 1/15 6.66 ആണ്. 6 2/3 ആണ്. അങ്ങനെയാണെങ്കിൽ 2/15 അതിൻ്റെ ഇരട്ടി 13 പോയിന്റ് സംതിങ് വരും. 13.33 13 1/3 എന്ന് വരും. ഓപ്ഷൻ ബി. ഇത് പെൻ ഫ്രീ ക്വസ്റ്റൻ ആണ്. അടുത്ത 12 ആണ്. 12 അല്ലേ വന്നത്? പെൻ ഫ്രീ എത്രയാണെന്നുള്ളത് 12 കഴിഞ്ഞു. 13ാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റൻ. അടുത്ത 27ാമത്തെ ക്വസ്റ്റൻ അല്ലേ? ഓക്കെ, അടുത്ത നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ക്വസ്റ്റൻ. പഴയ മീഡിയം ഓഫ് ദ ഫോളോയിങ് ഡേറ്റ ക്ലാസ് ഇന്റർവെൽ വന്നിട്ടുണ്ട്, ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് ടോട്ടൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. 8 12 14. ഓക്കെ, അത് എഴുതാം. 3 8 8 8 4 12 14 21 6 27 5 32. ടോട്ടൽ 32 ആണുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള നമുക്ക് മീഡിയം ക്ലാസ് കണ്ടുപിടിക്കാം. മീഡിയം ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? n+1/2 33/2 16 വരുന്ന ഏതാണോ അതാണ് മീഡിയം ക്ലാസ്. 16 വരുന്ന ഏതാണ്? ഇതാണ്. ഈ മീഡിയം ക്ലാസിന്റെ ഫ്രീക്വൻസി ഏതാ? എത്രാമത്തെ? 1 2 3 4 5. അറിയാത്തവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 1 2 3 4 5 7ആണ് മീഡിയം ക്ലാസിന്റെ ഫ്രീക്വൻസി പറഞ്ഞത്. ഇനി നമുക്ക് ചെയ്യാൻ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ട് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസ് ഇതാണ് മീഡിയം ക്ലാസ് എന്ന് പറയുന്നത്. ലോവർ ലിമിറ്റ് എത്രയാണ്? 20 അധികം ഫോമുലയാണ് n/2. n/2 എന്ന് പറയുമ്പോൾ n 32 ആണ്. 32/2 16 വേണമെങ്കിൽ എഴുതാം. L പ്ലസ് 1/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തൊട്ട് മുമ്പത്തുള്ളത് ബൈ ഫ്രീക്വൻസി ഇൻറ്റു h. ഇതാണ് ഫോമുല. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തൊട്ട് മുമ്പത്തുള്ള എൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതായത് നമുക്ക് എത്ര വരുന്നത്? നമുക്ക് 1 2 3 4 5. അഞ്ചാമത്തെയാണ് ഇത് 21. തൊട്ട് മുമ്പത്തുള്ള ഇതാണ് 14 ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫ്രീക്വൻസി എല്ലാം കൂട്ടുന്നത്. അപ്പോൾ അത് കുറയ്ക്കുക. ഡിവൈഡഡ് ബൈ ആ ഒരു ഫ്രീക്വൻസി ഏതാണ് നമുക്കുള്ളത്? ഉള്ള ഫ്രീക്വൻസി എത്രയാണ്? അഞ്ചാമത്തത് 7 ഫ്രീക്വൻസി. ഇൻറ്റു h. എന്ന് പറഞ്ഞാൽ റേഞ്ച് ആണ്. ഓരോന്നിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എത്രയാണ്? 20 25ൻ്റെ ഗ്യാപ്പ് എത്രയാണ്? 5 ആണ്. അപ്പോൾ ഇൻറ്റു 5 ചെയ്യുക. 20 അധികം 2/7 ഇൻറ്റു 5 10/7. 10/7 എന്ന് പറഞ്ഞാൽ 1 പോയിന്റ് സംതിങ് ആണ്. അപ്പോൾ 21 പോയിന്റ് സംതിങ്. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. ഇത് നല്ല ക്വസ്റ്റൻ ആണ്. യെസ്, ഇത് നല്ല ക്വസ്റ്റൻ. അപ്പോൾ പെൻ ഫ്രീ ക്വസ്റ്റൻ ആയിട്ട് ചെയ്തേക്ക് എന്തിനാണ്? ഇതേപോലത്തെ ക്വസ്റ്റൻസിന് സമയം കൊടുക്കാനാണ്. അടുത്ത ABC റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് വിത്ത് റൈറ്റ് ആംഗിൾ ബിയിലാണ് റൈറ്റ് ആംഗിൾ. ബിയിൽ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ എയും സിയും എത്ര ആയിരിക്കും? സമ്മ് 90 ആയിരിക്കും. ടാൻ തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ,
വാല്യൂ ഓഫ് സൈൻ എ കോസ് സി പ്ലസ് കോസ് എ സൈൻ സി ആൻഡ് കോസ് സി മൈനസ് സൈൻ എ സൈൻ സി. അപ്പോൾ സൈൻ എ കോസ് സി പ്ലസ് കോസ് എ സൈൻ സി കാണുമ്പോൾ ഓപ്ഷൻ പല ഓപ്ഷൻ ഉണ്ട്. സൈൻ എ കോസ് സി പ്ലസ് കോസ് എ സൈൻ സി എന്ന് പറഞ്ഞാൽ സൈൻ എ പ്ലസ് ബി ആണ്, സൈൻ എ പ്ലസ് സി ആണ്. സൈൻ എ പ്ലസ് സി എന്ന് പറയുമ്പോൾ എയും സി ഒന്നാണ്, 90 ആണ്. എ പ്ലസ് സി 90 ആയതുകൊണ്ട് സൈൻ 90 എത്രയാണ് 1 ആണ്. അപ്പോൾ 1 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, 1 വരുന്ന ബാക്കിയുള്ളത് വന്നിട്ടില്ല. ഓപ്ഷൻ 3 നമുക്ക് കൊടുക്കാം, പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നന്നായിട്ട് അറിഞ്ഞെങ്കിലേ വരത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് ഇതിൻ്റെ ഒരു ഓരോ ഫിഗറൊക്കെ വരച്ച് ചെയ്യേണ്ടി വരും. സൈനയും ടാനെ കിട്ടി √3 എന്നൊക്കെ കൊടുത്ത് ചെയ്യേണ്ടി വരും. പെൻ ഫ്രീ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്, അത് നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് ആ ലെവലിൽ തന്നെ പഠിക്കാം. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ മാഗ്നമെന്റ് ഫോളോ ചെയ്താൽ അങ്ങനെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. യെസ്, 14. അടുത്ത സിംപ്ലിഫൈ, ഇതിൻ്റെ വാല്യൂ സിംപ്ലിഫൈ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇസെഡിനെല്ലാം 0 എടുത്തോ, ഇസെഡിനെ 0 എടുത്തു. ഒരു ഇക്വേഷൻ ആണ്. നിങ്ങൾ ഇസെഡിന് 0 എടുത്താൽ എല്ലാം ഡിഫറൻറ്റ് വരും, കാര്യം വൈയുടെ വാല്യൂ എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇസെഡിന് 0 എടുക്കുക. ഇസെഡിന് 0 എടുക്കുമ്പോൾ എന്ത് വരും, -12 വൈയുടെ സ്ക്വയർ, 12 സ്ക്വയർ 147 വൈ സ്ക്വയറും, ഇത് 0 വന്നു. ഇവിടെ 0 ആയി 25 സ്ക്വയർ, 5 സ്ക്വയർ 25, 140 25, 169. ആൻസർ എന്താ എന്ത് വരും, 169 വൈ സ്ക്വയർ വരും. അങ്ങനെയുള്ള ഓപ്ഷനെ. അടുത്ത പെൻ ഫ്രീ ക്വസ്റ്റ്യൻ 15ാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് എന്താണ്, വാല്യൂ ഓഫ് 4³ - 0² - 22 വൈ സ്ക്വയർ. അങ്ങനെ 4³ 64 ആണ്, പ്ലസ് 7 6 42. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 64 42 106, 64 42, 64 106. 106 8 കുറയ്ക്കുക, അടുത്ത കുറയ്ക്കുക. 106 8 കുറച്ചാൽ 98. 98 എന്ത് ചെയ്യുക, 22/2 11 സ്ക്വയർ 121. 121 98, 1 8 9, 209 വരും. 121 98, 121 90, 210 211 ആണ്. അതിൻ്റെ കൂടെ 8 കൂടെ കൂട്ടുക, 219. ഓപ്ഷൻ 3. ഇത് എന്ത് ചെയ്യാം, പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. പെൻ ഫ്രീ ആയിട്ടുള്ള 16ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ 30 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു, കണ്ടു കഴിഞ്ഞു. അടുത്ത എന്താണ്, അടുത്ത റീസണിങ്ങിൻ്റെ. യെസ്, അപ്പോൾ 30 ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻ ആണ് പെൻ ഫ്രീ, 16 ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആണ്. ഈ 16 ക്വസ്റ്റ്യൻ നിങ്ങൾ എത്ര, ഒരു പെൻ ഫ്രീ എന്ന് പറയുമ്പോൾ എത്ര സമയം മതി, 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് മതി. അങ്ങനെ ആയാലും 1 മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻ ചെയ്യാം, ഒരു 5 മിനിറ്റിനകത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തരും. ഇതാണ് കളി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസ് കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ചിലപ്പോൾ അപ്രോക്സിമേഷൻ 11 മൾട്ടിപ്ലൈ എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അത് കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ബാക്കി ക്വസ്റ്റ്യൻസിന്റെ മെത്തേഡ് നോക്കാം. ഈ 5 മിനിറ്റ് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 30 ക്വസ്റ്റ്യൻ എത്ര സമയം കൊണ്ട് തീർക്കാൻ പറ്റും, മാക്സിമം 20 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. ഇതാണ് കളി എന്ന് പറയുന്നത്. നിങ്ങൾ ആൻസർ കീ വന്നപ്പോൾ കണ്ടു കാണും, മാത്സിന് 22 ശരിയുള്ളവർ, ബാക്കി 3 എണ്ണം തെറ്റുള്ളവർ, 20 ശരിയുള്ളവർ, 2 എണ്ണം തെറ്റുള്ളവർ, 22 ശരിയുള്ളവർ, 23 ശരിയുള്ളവർ, 24 ശരിയുള്ളവർ. അവർക്ക് കുറച്ച് മാർക്ക് എന്തായിരിക്കും, കുറവായിരിക്കും. ഇപ്പോൾ ഈ 28 29 ഒക്കെ ശരിയായിട്ടുള്ളവർക്ക് 23 ശരിയുള്ള ഒരാളും ഇത് തമ്മിലുള്ള 6 ക്വസ്റ്റ്യൻ ആണ്, അത് 18 മാർക്കിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ തെറ്റൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യം പറയണ്ട. അപ്പോൾ മാത്സ് ഗെയിം ചേഞ്ചർ ആണോ എന്ന് ചോദിച്ചാൽ ഗെയിം ചേഞ്ചർ ആണ്. GK എല്ലാവർക്കും പാടുണ്ടായിരുന്നു, GK കുറേ പേർക്ക് പാടുണ്ടായിരുന്നു. പർമാറിന്നും അല്ല ചോദിച്ചതാണെന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് നല്ല മാർക്ക് കുറവാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഈ റീസണിങ് മാത്സ്, അപ്പം അത് ഒരു കാര്യമുണ്ട്, നിങ്ങൾ മാത്സ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ റീസണിങ്ങിന് അത്ര ടൈം കിട്ടുകയും ചെയ്യും. അതെല്ലാം മനസ്സിലാക്കുക. അടുത്ത ഷിഫ്റ്റിൻ്റെ സൊല്യൂഷനായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിലെ ബാക്കി ക്ലാസ്സിലെല്ലാം അടുത്ത ആഴ്ച റെസ്യൂം ചെയ്യുന്നതായിരിക്കും. സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സമയം കണ്ടെത്തി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ ഒരു കാര്യം മാത്രം കാണുക, ആദ്യത്തെ ക്ലാസ് മുതൽ കണ്ടു നോക്കുക. ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് വിലപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളും എല്ലാം കിട്ടും. എല്ലാം കാണുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്താലേ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റാക്കുക. ക്ലാസ്സിൽ മൊത്തം കാണുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത സൊല്യൂഷനായിട്ട് കാണാം. നിങ്ങൾ കമൻറ്റ് മസ്റ്റാണ്. ഇന്നത്തെ ക്ലാസ് ഇതെങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ മെയിൻസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, നിങ്ങൾ ഇത് മെയിൻസിൻ്റെ എക്സാം എഴുതിയവരാണെങ്കിൽ അതിനെപ്പറ്റി പറയുക. മെയിൻസിന് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്തത്, നിങ്ങൾ ചെയ്ത മെത്തേഡ്സുമായിട്ട് ഞാനിപ്പോൾ ചെയ്തതുമായിട്ടുള്ള വ്യത്യാസം എന്തായിരുന്നു, ഇത് നല്ലതായിരുന്നു എന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എഴുതിയവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് ചെയ്യുക. 20 ചെയ്തവരാണെങ്കിൽ അതും എന്ത് ചെയ്യാം, ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതുതായിട്ട് വന്നവരാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് മസ്റ്റായിട്ടും ചെയ്യുക. അപ്പോൾ അത് കാണുമ്പോഴാണ് അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രചോദനമാവുന്നത്. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക.